നമസ്കാരം. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പ്രതികളായ CPM നേതാക്കൾ P ജയരാജനും TV രാജേഷും പ്രതികളായി തന്നെ തുടരാനുള്ള വഴിയൊരുങ്ങിയിരിക്കുകയാണ്. അവർക്കെതിരായ കുറ്റപത്രം റദ്ദാക്കണമെന്ന ഇരുവരുടെയും വിടുതൽ ഹർജി എറണാകുളത്തെ പ്രത്യേക CBI കോടതി തള്ളിയതോടെയാണിത്. കേസിൽ ഗൂഢാലോചന കുറ്റമായിരുന്നു ജയരാജനും രാജേഷിനുമെതിരെ CBI ചുമത്തിയിരുന്നത്. ഇതിനെതിരെയാണ് നേതാക്കൾ കോടതിയെ സമീപിച്ചതും. തങ്ങൾക്കെതിരെ തെളിവില്ലാത്തതിനാൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്നും വിചാരണ ആവശ്യമില്ലെന്നുമായിരുന്നു ഇരുവരുടെയും വാദം. ഈ ആവശ്യം കോടതി നിരാകരിച്ചതുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയും. അതുകൊണ്ട് സുപ്രീം കോടതിയിലും പോകാം. അല്ലെങ്കിൽ രണ്ട് CPM നേതാക്കളും കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ജയരാജനും രാജേഷിനുമെതിരെ കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ഇവർക്കെതിരെ തെളിവുകൾ ഉള്ളതുകൊണ്ട് വിടുതൽ ഹർജി തള്ളണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് വിചാരണ കോടതിയും അംഗീകരിച്ചിരിക്കുന്നത്. 2020 ഫെബ്രുവരി 20-നാണ് ലീഗ് പ്രവർത്തകനായ അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടത്. അന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനും മുൻ MLA TV രാജേഷും സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഷുക്കൂറിനെ CPM പ്രവർത്തകർ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 34 പ്രതികളാണ് കേസിലുള്ളത്. കേസിൽ വിചാരണ കൂടാതെ വിടുതൽ നൽകണമെന്നാവശ്യപ്പെട്ട 2023 ജനുവരിയിലാണ് P ജയരാജനും TV രാജേഷും CBI സ്പെഷ്യൽ കോടതിയിൽ സംയുക്തമായി വിടുതൽ ഹർജി നൽകിയത്. ഇതാണ് ഇന്ന് CBI സ്പെഷ്യൽ കോടതി ജഡ്ജി P ശബരിനാഥൻ തള്ളിയത്. CBI കുറ്റപത്രത്തിൽ P ജയരാജനും TV രാജേഷിനുമെതിരെ കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിരുന്നു. ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കിയായിരുന്നു P ജയരാജനും TV രാജേഷിനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. പിന്നീട് അബ്ദുൾ ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി കേസ് അന്വേഷണം CBIക്ക് വിടുകയും കേസിൽ തുടരന്വേഷണം നടത്താൻ ഉത്തരവിടുകയുമായിരുന്നു. ഇതിനെ തുടർന്നാണ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും കൂടി ഉൾപ്പെടുത്തി CBI P ജയരാജനും TV രാജേഷിനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. ഷുക്കൂറിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ വെച്ച് നടന്നു എന്നാണ് CBI പറയുന്നത്. കല്ലേറിനെ തുടർന്ന് ജയരാജന്റെയും രാജേഷിന്റെയും നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാണ് CBI പറയുന്നത്. ഇതിൽ പങ്കെടുത്ത 2 പേർ ഷുക്കൂറിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്നും അത് സാധൂകരിക്കുന്ന ഫോൺ വിളികളുടെ റെക്കോർഡുകളും മൊബൈൽ ടവർ ലൊക്കേഷൻ വിവരങ്ങളും തെളിവായി ഉണ്ടെന്നുമാണ് CBI വാദിച്ചത്. മാത്രമല്ല, ഗൂഢാലോചന നേരിട്ട് കണ്ട ദൃക്സാക്ഷികളുടെ മൊഴികൾ ഉണ്ടെന്നും അതിനാൽ വിടുതൽ ഹർജി തള്ളണമെന്നും CBI വാദിച്ചിരുന്നു. ഇതാണ് കോടതിയും അംഗീകരിച്ചിരിക്കുന്നത്. നന്ദി.